ഇന്നൊരു റെസിപ്പി വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഞങ്ങളിതുപോലെ വീട്ടിൽ പോയ സമയത്ത് എടുത്തൊരു കൊച്ചു വീഡിയോ ആണേ. ഈ ഒരു കുപ്പിയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി പാല് വാങ്ങാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ പാല് വാങ്ങുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ പാല് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കേട്ടോ. ഇത് നമ്മുടെ പറമ്പ് കൊക്കോയിൻ്റെ തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ചെറിയ തോടുണ്ട്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല. പക്ഷേ മഴയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളമാണ് കേട്ടോ. അപ്പം ഇതെന്താണ് കാര്യം എന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ പുളിയാണ് കേട്ടോ. നമ്മുടെ കുടംപുളീൻ്റെ ആ ഒരു ചെറുതാണിത്. ഈ പുളിയിൽ ആയിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു പുളീൻ്റെ മരം. അപ്പോൾ ഇത് കുറച്ച് പ്രായമുള്ളൊരു മരവും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പെറുക്കി ഇവരൊക്കെ കാണിച്ച് ഞങ്ങൾ നേരെ ഇതുപോലുള്ളൊരു റോട്ടിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഈ ഒരു റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കല്ലെന്ന് തന്നെ പറയാനില്ല കേട്ടോ. അതേപോലുള്ളൊരു ചെറിയ റോഡാണ്. ഓരോ തവണയും പഞ്ചായത്തിൽ നിന്ന് കുറേശ്ശെ റോഡിൻ്റെ ഫണ്ട് പാസ്സാവുന്നതിനനുസരിച്ച് ഇങ്ങനെ നീണ്ടു വരികയാണ് നമ്മുടെ റോഡ്. അപ്പോൾ കുറച്ച് ദൂരെയാണ് നമ്മുടെ കറക്റ്റ് ആ ഒരു റോഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീതിയുള്ള റോഡൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ അതേപോലെ ടാറിട്ട റോഡല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതുപോലെ പോവുകയാണ്. അതാണ് കേട്ടോ ഞങ്ങളുടെ ടാങ്ക്. നമ്മൾ മുകളിൽ നിന്ന് നല്ല നീരുറവ ഒഴുകി വരുന്നതാണ്. നമ്മൾ അതുപോലെ ഒരു പൈപ്പിനകത്ത് കൂടെ വന്ന് നമ്മൾ ആ ഒരു ടാങ്കിലാണ് ശേഖരിച്ച് വെക്കുന്നത്. അവിടുന്ന് നമ്മൾ നേരിട്ട് നമ്മൾ വീടുകളിലേക്ക് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതുപോലെ ഈ ഒരു റോട്ടിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി ഇവിടെ ഒരു നല്ലൊരു മാവുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ കുറച്ച് ഗ്ലാസ് ഇവിടെ ഇങ്ങനെ കൂടി കിടപ്പുന്നുണ്ട്. അപ്പം മോൻ എന്നോട് ചോദിച്ചു ഇത് എന്താ അമ്മേ സാധനം എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ ഇതേപോലെ തന്നെ ഒരു റോഡ് മുകളിൽ കൂടെയും പോകുന്നുണ്ട്. അവിടുന്ന് ആ ഒരു മുകളിൽ നിന്ന് ഒരു ജംഗ്ഷനുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു ദിവസം ഒരു തടി ലോറി നേരെ ഇങ്ങനെ മറിഞ്ഞിങ്ങോട്ട് വീണു. പക്ഷെ താഴോട്ട് വണ്ടി വന്നില്ല, എന്തോ ഭാഗ്യത്തിന്. വണ്ടി മരത്തിൽ ഇങ്ങനെ കുടുങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിയതാണ് കേട്ടോ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്താണ് സാധനം എന്ന് മനസ്സിലായില്ലേ? ഇതാണ് ഞങ്ങളുടെ ഇവിടെ ആനിച്ചക്ക എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കലും ഉണ്ടാകുന്നത്. ഇത് ചീത്തയാണ് കേട്ടോ, കൊള്ളത്തില്ലാത്തതാണ്. ഇത് ഉണങ്ങിയ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോഴത്തേക്ക് ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള 100 സംശയങ്ങളായിട്ട് വീണ്ടും വന്നു കേട്ടോ അവർ രണ്ടുപേരും. അപ്പോൾ ഇതിൻ്റെ മരം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര വലിയൊരു മരമാണ്. നമുക്കിതൊന്ന് പറിക്കാനുള്ളൊരു ഓപ്ഷനൊന്നുമില്ല. താഴെ വീണാലോട്ട് കൊള്ളത്തുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു മരമാണത്. അങ്ങനെ അത് അവിടെ ഇട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെ ഇതുപോലെ കല്ലൊക്കെ പാകിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഇവിടെ വരെയാണ് നമ്മൾ ഒരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് നല്ല റോഡാണ്, കോൺക്രീറ്റിൻ്റെ റോഡ്. വീണ്ടും ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഈ റോട്ടിൽ കയറി നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. കണ്ടോ മക്കളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു റോട്ടിന്മേൽ കയറുമ്പോഴത്തേക്കും എന്തോ ഒരു ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും നേരം നടന്ന് ക്ഷീണിച്ചതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്നെന്തായാലും ഭാഗ്യത്തിന് മഴയില്ല. അല്ലെങ്കിൽ സാധാരണ എന്നും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ്. ഇന്ന് ഏതായാലും ഭാഗ്യത്തിന് മഴയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നല്ല ഉഷാറായിട്ട് പോവുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഒരു സൈഡിൽ ഇതുപോലെ കവുങ്ങും അതേപോലെ കുറച്ച് കുരുമുളകും അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇതേപോലെ പോവുകയാണേ. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ തൊട്ട് താഴെയുള്ള ഞങ്ങളുടെ തൊട്ട് അയൽവാസികൾ എന്ന് പറയാൻ പറ്റുന്ന ഒരാൾക്കാരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ആരും താമസമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ നിറച്ചും ഇതുപോലെ ഓലവണ്ട് എന്ന് പറയും, ചെറിയ ഒരു ബ്ലാക്ക് കളറുള്ളൊരു വണ്ടുണ്ടല്ലോ, അത് നിറഞ്ഞ് കിടക്കുന്ന കാരണം ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ ആൾക്കാർ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. ആ വീട് നിറച്ചും ആ ഒരു പ്രാണീൻ്റെ ഒരു ശല്യമാണ് കേട്ടോ. അത് എന്തോ ഭാഗ്യത്തിന് വീട്ടിലേക്കൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല ആ ഒരു സാധനം. അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കവിടെ നിൽക്കാൻ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ശല്യമാണ് അതിനെക്കൊണ്ട്. ഒത്തിരി ഉണ്ട് ആ ഒരു വീട്ടിൽ കേട്ടോ. ആ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ അവരവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരാണ് കേട്ടോ. ഒരു പാല് വാങ്ങാൻ പോകണമെങ്കിൽ എത്ര ദൂരം പോകണമെന്ന് നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഇനി അതിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു കാഴ്ച. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കക്കയം ഡാം, കരിയാത്തുംപാറ, കല്ലാനോട്, അതേപോലെ അങ്ങോട്ടേക്കുള്ള ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് ചെമ്പ്ര പള്ളീൻ്റെ കുറച്ച് മുകൾവശം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പെരുവണ്ണാമൊഴി ഒരു നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ആ ഒരു ടാങ്കും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ എടുത്ത സമയത്ത് പറ്റിയൊരു ഫോൾട്ടാണ്. എനിക്കിത് കറക്റ്റായിട്ട് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു പ്രദേശം മുഴുവനും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ അവിടുന്ന്. പോകുന്ന വഴിക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നല്ലൊരു കവുങ്ങിൻ തോട്ടം. അപ്പോൾ അതും കണ്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താണ് സാധനം എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ. അങ്ങനെ അവർക്ക് ഞാനതൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പോവുകയാണ് കേട്ടോ.
കേട്ടില്ല ദാസ, നല്ല മധുരമായൊരു ശബ്ദം. അങ്ങനെ വന്ന് നമ്മുടെ പാലിൻ്റെ സ്ഥലം എത്തിയിട്ടോ. അങ്ങനെ ഇനി ആ ഒരു വീട്ടിലേക്കുള്ളൊരു റോഡാണേ. ഞങ്ങളേതായാലും മടുത്ത് ക്ഷീണിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. മിനിച്ചേച്ചിയാണെങ്കിൽ പാലും കൊണ്ട് പോയതായിരിക്കണം, അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റാതായി പോയത്. പിന്നെ കണ്ടപ്പോൾ പറഞ്ഞു കേട്ടോ, ഞാൻ പാലും കൊണ്ട് പോയതായിരുന്നു, അതുകൊണ്ടാണ് കാണാൻ പറ്റാതായി പോയെന്ന്. ഏതായാലും ഞങ്ങൾക്കുള്ള പാൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളേതായാലും ആ മറ്റേ കുപ്പി അവിടെ വെച്ചിട്ട് പാലും എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചിങ്ങോട്ട് പോന്നു. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് പശുവിനോട് 2 വർത്താനവും പറഞ്ഞ് പൈപ്പിൽ കൂടെ നല്ലപോലെ വെള്ളമൊക്കെ വരുന്നത് കണ്ടപ്പം ഇവർക്കതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇതുപോലെ തോട്ടിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണുമ്പോൾ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു വരുമ്പം ഞാനൊരു കാഴ്ച കണ്ടേ. വേറെ ഒന്നുമല്ല, കാട്ടിലുള്ള കൊങ്ങിണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കൂട്ടല്ല. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു കറുത്ത പഴമൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും ഇതിലേക്കൂടെ അല്ലാതെ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും ഒക്കെ പോന്നോട്ടെ കേട്ടോ.